ഹായ് വീവേഴ്സ്, രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു കഫ്താൻ നൈറ്റിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കഫ്താൻ നൈറ്റി കുറച്ച് മോഡലായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സാധാരണ നൈറ്റിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് സ്റ്റൈലിഷായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. സാധാരണ നൈറ്റ് കട്ട് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് കഫ്താൻ നൈറ്റി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നെക്ക് മാത്രമാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കി നല്ല ഇതിപ്പോൾ 290 മെറ്റീരിയലാണ്. ഇത് സാധാരണ പോലെ സാധാരണ നൈറ്റി നമ്മൾ മടക്കിയിടുന്ന പോലെ നാലായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് കഴുത്ത് മാത്രമാണ് നമുക്കത് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ സൈഡൊക്കെ നമ്മളല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് കഴുത്തകലം ഒരു 3 ഇഞ്ച് കഴുത്തകലമാണ് ഞാൻ ആദ്യം കൊടുത്തത്. അത് കുറച്ച് വൈഡായി പോവും, കഴുത്തിങ്ങനെ കിളിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞ് കഴുത്ത് മതി കഫ്താന്. ഞാൻ അതുകൊണ്ട് 2.5 ഇഞ്ച് കഴുത്തകലമാണ് കൊടുത്തത്. കഴുത്തിറക്കം സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ 6 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ കൊടുക്കുമ്പോൾ കിളിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഇത്രയും മതി. ഒരു വി മോഡൽ, കറക്റ്റ് വി അല്ല, ചെറിയൊരു റൗണ്ടും കൂടി ചേർന്നൊരു വി നെക്കാണ് ഫ്രണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ ഒരു 2 ഇഞ്ച് ഇറക്കത്തിൽ ഒരു റൗണ്ട് കഴുത്ത്, അത്രയും മതി. അത് കഴിഞ്ഞ് പിന്നെ കൈവണ്ണ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ കയ്യിൽ താഴ്ഭാഗം ഇല്ലേ, താഴ്ഭാഗം ഞാനൊരു 8 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമെന്ന് വെച്ചാൽ അത്രയും അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്നും 3.5 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുക. ഇതുപോലെ ഒരു 1/4 ഭാഗം ഒരു 3.5 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴ്ഭാഗത്ത് എത്തുമ്പോൾ ഒരു 1.5 2 ഇഞ്ച് കൊടുത്താൽ മതി. താഴ്ഭാഗത്തെ ലൂസ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ 3.5 ഇഞ്ച് അകത്തേക്ക് കൊടുത്തിട്ട് താഴ്ഭാഗത്ത് ഒരു 2 ഇഞ്ച് ഇതുപോലെ 2 ഇഞ്ച് കൊടുത്തിട്ട് ചരിച്ച് വരച്ചാൽ മതി. അങ്ങോട്ട് കുറച്ച് ചരിവായിട്ട് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കുമ്പോഴൊക്കെ കാല് തട്ടും. അതുകൊണ്ട് ഇങ്ങനെ വരച്ചെടുത്താൽ മതി. ഞാനിത് ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ മതി. വേറെ ഒരു അളവും ഇല്ല. കഫ്താന് ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ വേണ്ടത് അതനുസരിച്ചുള്ള ഇറക്കം എടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ ഒരു ഇതുപോലെ ഒരു ഷേപ്പ് മാത്രം, ഈ വരച്ചിരിക്കുന്ന വരയെ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. വേറെ കട്ടിങ് ഒന്നും തന്നെ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ നമുക്കിവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ വലിച്ച് കെട്ടുന്ന ഒരു വള്ളിയല്ലേ ഉള്ളത്. അതിന് വേണ്ടി മുകളിൽ നിന്ന് താഴോട്ടൊരു 15 ഇഞ്ച് ഷോൾഡറിൽ നിന്നും താഴേക്ക് മാർക്ക് ചെയ്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് ഫ്രണ്ടിലും ബാക്കിലും ചുറ്റിലും നമുക്കിങ്ങനെ മാർക്ക് ചെയ്തിടണേ. എന്നിട്ട് നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് അകത്തേക്കൊരു 1.5 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുക. അവിടെ മുതലാണ് നമ്മൾ അതിന് വള്ളി കയറ്റാൻ വേണ്ടിയുള്ള ആ ഹോൾ വരുന്നത്. അങ്ങനെ ഇതുപോലെ 4 സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഒരുപോലെ ഒരേ അളവിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം. ഒരു 15 ഇഞ്ച് ഇറക്കം മതിയേ. ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അത് അവസാനം ഞാൻ ഓരോ പീസായിട്ട് ഇട്ട് കാണിക്കാം. എപ്പോഴും ഷോൾഡറിൽ അറ്റാച്ച് ഒന്നും വരില്ല. അതുകൊണ്ട് മടക്കി ഇടുന്നത് ശ്രദ്ധിച്ച് വേണം മടക്കിയിടുക. മടക്ക് ഭാഗം ഏറ്റവും മുകളിൽ തന്നെ വരാവുള്ളൂ. എങ്കിലേ കഫ്താൻ നൈറ്റി ശരിയായി കിട്ടുകയുള്ളൂ. അതിപ്പോൾ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഇട്ട് അത് മാത്രം മതി. ഞാൻ ഈ അകത്തേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തത് 4 സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ബാക്ക് കഴുത്ത് ആദ്യം വെട്ടിയെടുക്കാം. അത് കഴിഞ്ഞ് ഫ്രണ്ട് കഴുത്ത് ഈ രീതിയിൽ മടക്കി ഇട്ടാൽ മാത്രമേ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് വെട്ടാൻ പറ്റൂല. ഇതിങ്ങനെ തന്നെ മടക്കി ഇടണം. നമ്മൾ ആ 2 പീസ് ഫ്രണ്ടിലോട്ട് 4 പീസും കൂടി ഒരുമിച്ച് മടക്ക് വരുന്ന ഭാഗം മുകൾ ഭാഗത്ത് അങ്ങനെ വേണം മടക്കിയിടാൻ. താഴ്ഭാഗത്തു നിന്ന് ഒരു കുറച്ച് ഞാൻ വെട്ടി മാറ്റുന്നുണ്ട്. ഇറക്കത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് വള്ളി കയറ്റാനുള്ള ആ ഒരു പീസ് നമ്മൾ അകത്ത് വെച്ച് മടക്കി അടിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയാണ് താഴ്ഭാഗത്തു നിന്ന് ഞാൻ ഇത്രയും പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇറക്കം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പോയിട്ട് ബാക്കിയുള്ള പീസ് വെട്ടിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഫുള്ള് ഇറക്കത്തിൽ വെട്ടുന്നത് കൊണ്ട് കുറച്ച് ഒരു 2 ഇഞ്ച് വീതിയിലുള്ള തുണി ഞാൻ അവിടെ നിന്ന് വെട്ടി മാറ്റിയെടുത്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തിടണേ. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ധാരാളം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ.
ഇനി ഇത് നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കൂടി പെട്ടെന്നൊന്ന് കാണിക്കാം. ആദ്യം അതിൻ്റെ നെക്കാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ കുറച്ച് ക്രോസ് പീസ് എടുക്കണം. ക്രോസ് പീസ് എടുക്കാനായിട്ട് ഇതുപോലെ കോണിൽ ഇതുപോലെ വരച്ചെടുത്തിട്ട് വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ക്രോസ് പീസാണ് എപ്പോഴും കഴുത്തൊക്കെ അടിക്കാനായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ക്രോസ് പീസ് വെട്ടിയെടുക്കുക. വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ക്രോസ് പീസിനെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. ജോയിൻറ്റ് ചെയ്യുന്നത് ഇതുപോലെയാണ് ജോയിൻറ്റ് ചെയ്യേണ്ടത്. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. അതുപോലെ ഈ വരച്ചിരിക്കുന്ന ഭാഗത്ത് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രോസ് പീസ് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ഞാൻ ഫ്രണ്ടിൽ സിബ്ബ് വയ്ക്കുന്നുണ്ട്. കഫ്താൻ നൈറ്റിയുടെ ഫ്രണ്ടിൽ സിബ്ബ് വച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സിബ്ബ് വയ്ക്കാൻ ഓപ്പൺ ചെയ്ത് ആ ഭാഗത്ത് നിന്നാണ് ഞാൻ ഇത് അടിച്ചു തുടങ്ങുന്നത്. കഴുത്ത് ഈ ക്രോസ് പീസ് ഇതുപോലെ ചുറ്റിനും വച്ച് ആദ്യം കഴുത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതുപോലെ അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചു വെച്ചിട്ടുണ്ട്. അടിച്ചതിന് ശേഷം ഇതുപോലെ ഇടയ്ക്ക് സ്റ്റിച്ചിൽ വെട്ടുകൊള്ളാതെ ഇടയ്ക്കിടയ്ക്ക് വരെ കട്ടിട്ട് കൊടുക്കണം. അത് എപ്പോഴും പറയുന്നതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ റൗണ്ടിന് നമുക്ക് മടക്കി അടിക്കാൻ പറ്റുള്ളൂ. മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി സിബും കൂടെ വച്ചിട്ട് കാണിക്കാം. സിബും വച്ചിട്ടുണ്ട്. സിബ് വെച്ചതിന് ശേഷം മറിച്ചിട്ടിട്ട് നമുക്ക് അതിൻ്റെ നാട കയറ്റാനുള്ള ഇതടിക്കണമല്ലോ. അതടിക്കാൻ വേണ്ടിയുള്ള ഭാഗമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ നല്ല പുറത്ത് അടയാളപ്പെടുത്തിയാൽ തന്നെ 3.5 ഇഞ്ച് അകത്തേക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് വീണ്ടും 1.5 ഇഞ്ച് വീണ്ടും മാറ്റി അകത്തേക്ക് മാർക്ക് ചെയ്യുക. ആ 1.5 ഇഞ്ച് മാറ്റി അകത്തേക്ക് മാർക്ക് ചെയ്തത് 2 സൈഡിലും അതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ 2 പോയിൻറ്റിലും വച്ചാണ് നമുക്ക് പട്ട വെച്ച് അടിക്കേണ്ടത്. അടിഭാഗത്താണ് പട്ട വെച്ച് അടിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ വരച്ചിട്ട് പട്ട വെച്ച് അടിച്ചെടുക്കുക. വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് ആ അറ്റം മുതൽ ഈ അറ്റം വരെ നമുക്കിത് ജോയിൻ്റ് ചെയ്ത് അടിച്ചെടുക്കണം. ഇങ്ങനെ മുകളിലോട്ട് വരയുടെ നടുക്ക് ആയിട്ട് ഇത് വെച്ചിങ്ങനെ 2 സൈഡും മടക്കി അടിച്ചു കൊടുത്താൽ മതി. 2 സൈഡും മടക്കി അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സൈഡ് അടിച്ചിട്ട് മറിച്ചിടുകയോ ചെയ്താലും മതി. കമത്തി അടിച്ചാൽ മതി. അതുവരെ അടിക്കണം. ഇപ്പം ഞാനത് ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. 2 സൈഡും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് അടിച്ചെടുക്കണം. ഈ സൈഡ് ഓപ്പണാണ്, അവിടെ ജോയിൻ്റ് ചെയ്യരുത്. ആ ഭാഗത്ത് അവിടെ 2 സൈഡ് ഓപ്പണായിട്ട് തന്നെ കിടക്കണം. ഇത് ഫ്രണ്ട് പീസാണ്. ബാക്ക് പീസിലും അതുപോലെ തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ല വശം ഇടുക. ഇട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല എളുപ്പമാണ് ഈ കഫ്താൻ നൈറ്റി ചെയ്യാനായിട്ട്. ആ അകത്ത് പട്ട അടിക്കുന്ന അത് മാത്രമേ ഉള്ളൂ ഇച്ചിരി പാടായിട്ടുള്ളത്. ബാക്കി നല്ല എളുപ്പമാണ്. എളുപ്പത്തിൽ നമുക്ക് തച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ അതുപോലെ താഴേക്ക് കുറച്ച് ഓപ്പണായിട്ട് കിടക്കുന്നത് നല്ല ഭംഗി. ശേഷം ഒരു വള്ളി അതിനകത്തോട് കയറ്റാനായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഹോള് വേണം. ആ ഹോളിൽ എടുത്തിട്ട് ഹോളിട്ടതിന് ശേഷം ഹോളിട്ടില്ലേ, ആ ഹോള് വഴി ചിറ്റാകത്തുള്ള പട്ടയിലേക്ക് ആ നാട നമ്മൾ കടത്തിയെടുത്താൽ മതി. ഇതുപോലെ പിന്നെ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ അകത്തെ ഭാഗത്ത് ആ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിൽ ബാക്കി പീസുണ്ട്, അതിലേക്ക് ഇങ്ങനെ കടത്തി ചിറ്റാകെ നാട കടത്തി എടുത്താൽ മതി. ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കഫ്താൻ നൈറ്റി കിട്ടുന്നത്. നല്ല ഭംഗിയാണ് ഇടുമ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ്. സാധാ നൈറ്റി ഇടുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് ഈ നൈറ്റി ഇട്ടിരിക്കുന്ന കാണാൻ. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.